ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലെ ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന മാസമാണിത്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉടനീളം ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെക്കുറിച്ച് അദ്ദേഹത്തെ ചരിത്രം ഓർക്കുന്ന ഒരു വേളയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. കഅബയുടെ പുനർനിർമ്മാണവും സംസം വെള്ളവും അതുപോലെ സഫാ മർവകൾക്കിടയിലുള്ള നടത്തവും അങ്ങനെ അറവും ബലിയുമെല്ലാം, ഇതിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കടന്നു വരുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? അദ്ദേഹത്തിന്റെ മില്ലത്ത് എന്തായിരുന്നു? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ്, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സത്യസന്ധനായിരുന്നു, അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മറ്റൊരായത്തിൽ കാണാം വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലാക്കിയിരിക്കുന്നു. ഖലീൽ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അങ്ങേയറ്റം നേടിയവൻ, അതാണ് ഖലീൽ എന്ന വാക്കിന്റെ അർത്ഥം. സൃഷ്ടികളിൽ രണ്ടാളുകളാണ് ഈ ഒരു പദവിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിൽ രണ്ടാമത്തേത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. കടുത്ത പരീക്ഷണങ്ങൾ നേരിടുകയും അങ്ങനെ ക്ഷമ അവലംബിക്കുകയും ചെയ്ത ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അബുൽ അംബിയ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അംബിയാക്കന്മാരുടെ പിതാവ് എന്ന പേരിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അറിയപ്പെടുകയുണ്ടായി. ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജനിക്കുന്നത്. തന്റെ നാട്ടുകാരും പിതാവുമെല്ലാം വിഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമെല്ലാം ആരാധിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു. അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഈ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരായിരുന്നു യഹൂദികളും ക്രൈസ്തവരുമായ ആളുകൾ. എന്നാൽ അവരുടെ ആ വാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. അല്ലാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം യഹൂദിയോ ക്രൈസ്തവനോ ആയിരുന്നില്ല, മറിച്ച് വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹമാകട്ടെ ശിർക്കിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന ശുദ്ധ മനസ്കനും അതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെട്ട ഒരു മുസ്ലിമുമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. അതിന്റെ തുടർച്ചയായി അള്ളാഹു പറയുകയാണ്, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുപ്പമുള്ളവരാരാണ്? ലല്ലദീന തബഊഹു, ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർ, അദ്ദേഹത്തിന്റെ റിസാലത്തിനെ സത്യപ്പെടുത്തിയവർ, അവർക്കാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുപ്പമുള്ളവർ. വഹാദൻ നബിയ്യു വല്ലദീന ആമനു, അതുപോലെ മുഹമ്മദ് നബിയും ആ നബിയിൽ വിശ്വസിച്ച ആളുകളും അവർക്കാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുപ്പമുള്ളവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ശിർക്കിൽ നിന്നും മാറി തൗഹീദിന്റെ മാർഗത്തിൽ നിലകൊണ്ടിരുന്ന ഒരു ഇമാമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവവാദികളിൽ മുശ്രിക്കുകളിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു രണ്ട് വിശേഷണങ്ങളാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അദ്ദേഹം ഹനീഫായിരുന്നു, അഥവാ വഴികേടിന്റെ മാർഗത്തിൽ നിന്നും നേരായ മാർഗത്തിലേക്ക് ചെരിഞ്ഞവൻ, ശിർക്കിൽ നിന്നും തൗഹീദിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചവൻ.
എന്നാണ് ഹനീഫ് എന്നതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. രണ്ടാമതായി വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ പെട്ടിരുന്നില്ല, അവരുടെ കൂട്ടത്തിലായിരുന്നില്ല അദ്ദേഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ആശയമാണ് മില്ലത്തു ഇബ്രാഹീമിന്റെ അസ്ഥിവാരമാണ് നാം ഈ കേട്ടത്. അഥവാ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും ശിർക്കിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും ചെയ്യുക. ഇതാണ് മില്ലത്തു ഇബ്രാഹീമിന്റെ അസ്ഥിവാരം എന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ തന്റെ പിതാവിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, യാതൊന്നും കേൾക്കുകയോ കാണുകയോ ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെയൊക്കെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്? അദ്ദേഹം വീണ്ടും പറഞ്ഞു, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, അല്ലയോ പിതാവേ, എനിക്ക് താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അഥവാ അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ്യ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ താങ്കൾക്ക് നേരായ മാർഗത്തിൽ അതിലേക്കുള്ള മാർഗം കാണിച്ചു നൽകുന്നതാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, യാ അബതി ലാ തഅബുദി ശൈത്താൻ, അല്ലയോ എന്റെ പിതാവേ, താങ്കൾ പിശാചിനെ ആരാധിക്കരുത്, ശൈത്താനിനെ ഇബാദത്ത് ചെയ്യരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, തീർച്ചയായും പിശാച് റഹ്മാനായ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവനാണ്, അവനെ അനുസരിക്കാത്തവനാണ്. എന്നിട്ട് പറഞ്ഞു, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്താനി വലിയ, എന്റെ പിതാവേ, താങ്കൾ റഹ്മാനായ അല്ലാഹുവിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കൾക്ക് വന്ന് ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുപോലെ തന്നെ താങ്കൾ പിശാചിന്റെ മിത്രമായിരിക്കുന്നതും ഞാൻ ഭയപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? എന്നിട്ട് പറഞ്ഞു, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും. അതുപോലെ കുറെ കാലത്തേക്ക്, ഇനി ഒരു കാലത്തേക്കും എന്നേക്കുമായി നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല സലാമുൻ അലൈക്, തന്റെ പിതാവിനോട് സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ ഇറാഖിൽ നിന്നും അദ്ദേഹം ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടതിന് ശേഷം അദ്ദേഹം ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഹിജ്റ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത തൗഹീദിന്റെ ആദ്യത്തെ നാൾ വഴികളായിരുന്നു ഇതെല്ലാം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം, അതിനെ ഊട്ടിയുറപ്പിക്കലാണ് മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുകയാണ്, വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി വഖൗമിഹി, തന്റെ പിതാവിനോടും തന്റെ നാട്ടുകാരോടും അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായവനാകുന്നു, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹു ഒഴികെ ആ അല്ലാഹുവിന്റെ മുമ്പിലാണ് എന്റെ ഇബാദത്തുകളും എന്റെ ആരാധനകളും എല്ലാം ഞാൻ സമർപ്പിക്കുക എന്ന് അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ ഇബ്രാഹിം നബിയുടെ ഈ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തമമായ മാതൃക നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബിയിലും അതുപോലെ വല്ലദീന മഅഹു, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ജനതയോട് പ്രഖ്യാപിക്കുകയുണ്ടായി, ഇന്നാ ബുറാഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞാനൊരു ബന്ധവുമില്ല, നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അതുപോലെ നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കൾ, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അഥവാ നിങ്ങൾ ചെയ്യുന്ന ശിർക്കുമായി എനിക്ക് ബന്ധമില്ല, ശിർക്കിന്റെ വക്താക്കളായ നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, കഫർനാ ബിക്കും, നിങ്ങളിൽ ഞാൻ അവിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ നമുക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവുമാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത്. ഇത് പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് ഹനീഫിയത്തിന്റെ വക്താക്കളായി നാം മാറുന്നത്. അൽ ബറാഅതു മിന ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുകയും അതിന്റെ വിപരീതമായ തൗഹീദും ഇഖ്ലാസും മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹം തന്റെ ഉമ്മയോട് ധാരാളമായി പുണ്യം ചെയ്തിരുന്ന വ്യക്തിയാണ്, അവർക്ക് വേണ്ടി ധാരാളം സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വഖാസിന്റെ ഉമ്മ അദ്ദേഹം കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തെ ആ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി. അങ്ങനെ ഒന്നും തന്നെ ലക്ഷ്യം കാണാതെ വന്നപ്പോൾ അവസാനമതാ
സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അവർ ശപഥം ചെയ്ത് പറയുകയാണ്, സഅദേ, നീ നിന്റെ ദീനിൽ നിന്ന് മാറേണ്ടതുണ്ട്, അതിൽ നിന്ന് നീ പിന്തിരിയേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഞാൻ മരിച്ചു വീഴുന്നത് വരെ ഞാൻ വെള്ളമോ ഭക്ഷണമോ കഴിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ എന്നിട്ട് ആ മാതാവ് പറയുകയാണ്, അങ്ങനെ ഞാൻ മരിച്ചു വീണാൽ നാട്ടുകാരെല്ലാം നിന്നെ വിളിക്കും യാ ഖാതില ഉമ്മി, ഉമ്മയെ കൊന്നവനെന്ന് നിന്നെ നാട്ടുകാർ ആക്ഷേപിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമ്മയോട് പറഞ്ഞു, ലാ തഫഅലി യാ ഉമ്മി, ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫഇന്നി ലാ അദ്ഉ ദീനി ഹാദാ ലിശൈ, ദുനിയാവിലെ ഒരു കാര്യ ലാഭത്തിന് വേണ്ടിയും ഞാൻ എൻ്റെ ഈ ദീൻ അതൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ആ ഉമ്മ അവരതാ ഭക്ഷണങ്ങൾ കഴിക്കാതെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 2-3 ദിവസം അവർ കഴിച്ചു കൂട്ടുകയാണ്. അവരാകത്തെ വല്ലാതെ ക്ഷീണിച്ച് തളർന്നു പോയിട്ടുണ്ട്. ഈ സന്ദർഭത്തിലും സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ കാനത് ലകി 100 നഫ്സിൻ, താങ്കൾക്ക് 100 ആത്മാക്കൾ ഉണ്ടാവുകയും ഫഖറജത് നഫ്സൻ നഫ്സ, അങ്ങനെ ഓരോ റൂഹും താങ്കളിൽ നിന്ന് വേർവിട്ടു പോയാലും മാ തറക്തു ദീനി ഹാദാ ലിശൈ, എൻ്റെ ഈ ദീൻ ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഫഇൻ ശിഅതി ഫകുലി വഇൻ ശിഅതി ലാ തഅകുലി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, അതല്ല എങ്കിൽ ഭക്ഷിക്കാതിരിക്കാം. അങ്ങനെ ആ ഉമ്മ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയും അവർ ഭക്ഷിക്കുകയും ഉണ്ടായി എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എന്താണ്? നമ്മുടെ ബന്ധവും നമ്മുടെ സ്നേഹവുമെല്ലാം അത് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലായിരിക്കണം. മാതാവ് നിർബന്ധിച്ചിട്ട് പോലും മഹാനായ സഅദ് ബിൻ അബി വഖാസ് ആ ദീനിൽ നിന്ന് ഒരു അടി പിന്നോട്ട് പോയില്ല. അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ അവർ നിന്റെ മേൽ നിർബന്ധം ചെലുത്തിയാൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കേണ്ടതില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ, അവർക്ക് ദുനിയാവിൽ ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ സഹവസിക്കേണ്ടതാണ്. അവരോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല വർത്തമാനങ്ങളും നല്ല പെരുമാറ്റങ്ങളും അവരുമായി കാഴ്ചവെക്കുക, അതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ശിർക്ക് ചെയ്യുവാൻ, അവരുടെ മതത്തിൽ നിന്ന് വിട്ടുപോകുവാൻ നമുക്കൊരിക്കലും അനുവാദമില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ മാർഗത്തെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ പിന്തുടരുക. അത് പിന്തുടരുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പോലും കൽപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, സുമ്മ ഔഹൈനാ ഇലൈക്, മുഹമ്മദ് നബിക്ക് അല്ലാഹു വഹി നൽകുകയാണ്, അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരുവാൻ മുഹമ്മദ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ സന്ദർഭം വരുമ്പോൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം നാം ഓർക്കാറുണ്ട്. ആ ഹജ്ജിന്റെ റൂഹ് എന്ന് പറയുന്നത്, ആ ഹജ്ജിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് തൗഹീദാണ്. അല്ലാഹുവിന് നൽകേണ്ട ഹക്കുകൾ അല്ലാഹുവിന് മാത്രം നൽകുക, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നേർച്ചയും ബലികർമ്മവും നമ്മുടെ സഹായദത്തങ്ങളുമെല്ലാം അല്ലാഹുവിന് മാത്രമാക്കുക, ഇതാണ് ഹജ്ജിന്റെ ആത്മാവായി നാം മനസ്സിലാക്കേണ്ടത്. ഹജ്ജിന്റെ ചില കർമ്മങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിലേക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ഹദീസുകളിൽ കാണാം, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ, അല്ലാഹുവേ ലോകമാന്യവും അതുപോലെ ജനങ്ങളുടെ കീർത്തി ആഗ്രഹിക്കാത്തതുമായ ഒരു ഹജ്ജായി നീ ഇതിനെ മാറ്റണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കവേ ഇപ്രകാരം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നാം നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തുകളും അത് അല്ലാഹുവിന് മാത്രമാക്കുക. അപ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. നാം നിർവഹിക്കുന്ന ഇബാദത്തിൽ നാം അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരെ പങ്കു ചേർക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുന്നതാണെന്ന് ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഹാജിമാർ തൽബിയത്ത് ചൊല്ലുകയായി. തൽബിയത്തിന്റെ വചനങ്ങൾ അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ഹജ്ജിനുള്ള നിന്റെ വിളിയാളം കേട്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക, എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്. വൽ മുൽക്ക്, അതുപോലെ എല്ലാ ആധിപത്യവും അതിന്റെ യഥാർത്ഥ അവകാശി അല്ലാഹുവേ അത് നീയാണ്. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. സഹോദരന്മാരെ, എത്ര മഹത്തരമായ ആശയമാണ് ഹാജിമാർ പ്രഖ്യാപിക്കുന്നത്. തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമാണ്, ആദർശമാണ് അവർ ഓരോ സന്ദർഭത്തിലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളുടെ എല്ലാ ഇനങ്ങളും അല്ലാഹുവിന് മാത്രമേ നൽകൂ, അല്ലാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എന്ന പ്രഖ്യാപനമാണ് തൗഹീദിന്റെ വരികളിലൂടെ അവർ ഊട്ടിയുറപ്പിക്കുന്നത്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവരും ഹജ്ജ് ചെയ്തിരുന്നു, അബൂജഹലും ഹജ്ജ് ചെയ്തിരുന്നു, അവരും ഹജ്ജ് ചെയ്യാൻ വന്നിരുന്നു. ഈ സന്ദർഭത്തിൽ അവരും തൽബിയത്ത് ചൊല്ലുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അവിടെ നിർത്തുക, അതിനുശേഷം നിങ്ങളൊന്നും വർദ്ധിപ്പിക്കരുത്. പക്ഷേ അവരതിനുശേഷം വീണ്ടും അവർ പറയുകയാണ്, ഇല്ലാ ശരീകൻ ഹുവ ലക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുണ്ട്, ഹുവ ലക തംലികുഹു വമാ മലക്, ആ പങ്കുകാരുടെ പ്രത്യേകത എന്താണ്? ആ പങ്കുകാരനെയും ആ പങ്കുകാർ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ
അതിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവേ നീയാണ്. അഥവാ അവർ ആരാധിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങൾ, അവരാരാധിച്ചു വന്നിരുന്ന ആരാധ്യന്മാർ, അവർക്കൊന്നും സ്വയം കഴിവില്ല, മറിച്ച് അല്ലാഹു നൽകിയ കഴിവേ അവർക്കുള്ളൂ എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിലൂടെ അവർ പറഞ്ഞിരുന്ന കാര്യം. ഈ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലും ചില ആളുകൾ പറയുന്നതായി കാണാം. മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ നാം പറയും, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലേ, നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹു അങ്ങേയറ്റം പൊറുക്കാത്ത പാപമല്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയാറുള്ള ന്യായം എന്താണ്? ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത് അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ്, ബദരീങ്ങളോട് ചോദിക്കുന്നത് അല്ലാഹു അവർക്ക് നൽകിയ കഴിവിൽ നിന്നാണ്. ഈ ഒരു ന്യായമാണ് മക്കത്തുണ്ടായിരുന്ന അബൂജഹലും അന്ന് പറഞ്ഞിരുന്നത്. അല്ലാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതെല്ലാം പറഞ്ഞുണ്ടാക്കി ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന ഒരു പ്രവണത നാം കണ്ടുവരികയാണ്. അതുകൊണ്ട് മക്കത്തെ അബൂജഹൽ പറഞ്ഞ അതേ ന്യായമാണ് ചില ആളുകളും ഇന്നും ശിർക്കിന്റെ ന്യായമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനമായ തൽബിയത്ത് പഠിക്കുമ്പോൾ തൗഹീദും ശിർക്കും അത് വേർതിരിച്ച് പഠിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കാറുണ്ട്, അതിനെ കൈകൊണ്ട് തടവാറുണ്ട്. റുക്നുൽ യമാനി അവിടെയും നമ്മൾ കൈകൊണ്ട് തടവാറുണ്ട്. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ച സുന്നത്തായ കാര്യമാണ്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ. അദ്ദേഹം പറയുകയാണ്, നീ ഒരു കേവലം ഒരു കല്ല് മാത്രമാണ്, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത ഒരു കല്ലാണ്. وإني ولولا أني رأيت النبي صلى الله عليه وسلم يقبلك ما قبلتك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നതായി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അഥവാ നാം ഒരാളോട് സഹായം തേടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ നമുക്ക് വല്ല ഉപകാരവും ലഭിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ വല്ല ഉപദ്രവങ്ങളെയും തടുക്കണം, അത് നീക്കം ചെയ്യണം. ഇത് രണ്ടിനും കഴിയാത്ത ഒരു കല്ലാണ് നീ എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ കൂടിയ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുകയാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. നാലാമതായി അറബ് നടത്തുന്ന സന്ദർഭത്തിൽ ബലിമൃഗങ്ങളെ അറബ് നടത്തുമ്പോൾ യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ 10 അന്നാണ് അള്ളാഹുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ബലി കഴിക്കപ്പെടുന്ന ദിവസമാണ് ദുൽഹിജ്ജ 10 ദിവസം. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ച കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിങ്ങനെ തുടങ്ങി ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും, തവാഫാകട്ടെ, തൽബിയത്താകട്ടെ, ബലികർമ്മമാകട്ടെ, ഓരോ നിമിഷങ്ങളും അത് മില്ലത്തു ഇബ്രാഹീമിന്റെ പ്രഖ്യാപനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നന്നായി തൗഹീദ് പഠിക്കുക, ശിർക്കിനെതിരെ നാം ജാഗരൂകരാകുക, തൗഹീദിന്റെ വടവൃക്ഷത്തെ നാം നന്നായി പരിചരിക്കുക, അതിന് വെള്ളവും വളവും നൽകി അതിനെ നാം പരിപോഷിപ്പിക്കുക. എങ്ങനെയാണ് തൗഹീദിനെ പരിപോഷിപ്പിക്കേണ്ടത്? തൗഹീദ് വീണ്ടും വീണ്ടും പഠിക്കുക, അതിന്റെ കിതാബുകൾ പഠിക്കുക, തൗഹീദിന്റെ തെളിവുകൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഈ തൗഹീദിന്റെ മാർഗത്തിൽ മില്ലത്തു ഇബ്രാഹീമിൽ അടിയുറച്ചു നിൽക്കുക. എന്നാൽ ഈ മില്ലത്തു ഇബ്രാഹീമിൽ നിന്ന് അതിനോട് വിമുഖത കാണിക്കുന്നവർ, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ മില്ലത്ത് സ്വീകരിക്കാതെ അതിൽ നിന്നും വിമുഖത കാണിക്കുന്നവർ അവർ മൂഢന്മാരാണ്, അവർ വിഡ്ഢികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മുറുകെ പിടിക്കുകയും തൗഹീദിന്റെ പ്രഖ്യാപനമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമായ ഈ മില്ലത്തിൽ അണിചേരുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നാം ധാരാളം മഴയുടെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മഴയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില സുന്നത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില അധ്യാപനങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായി മഴ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. അല്ലാഹു നമുക്ക് ഇറക്കിത്തന്ന അവന്റെ റഹ്മത്താണ് മഴ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു. അല്ലാഹുവാണ് മനുഷ്യർക്ക് അവർ നിരാശപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട് ചില സുന്നത്തുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, മഴ ലഭിക്കാൻ, ആ മഴയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചതുപോലെ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
ഇനി മഴ ലഭിച്ച സന്ദർഭത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴയെ ഉപകാരപ്രദമായ ഒരു മഴയാക്കുന്നതിന് വേണ്ടി നാം അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മതറ ഖാല അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ പെയ്യുന്നതായി കാണുമ്പോൾ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ ഈ മഴയെ ഒരു ഉപകാരപ്രദമായ ഒരു മഴയാക്കി നീ മാറ്റണമേ. കാരണം മഴകൾ പലതരത്തിലുണ്ട്. അത് ചിലപ്പോൾ നമുക്കുള്ള ശിക്ഷയായി, അതല്ലെങ്കിൽ ഉപദ്രവമായി, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മഴകളായി പലതും മഴകൾ, അത്തരത്തിലുള്ള മഴകളെല്ലാം ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അല്ലാഹുവേ ഒരു ഉപകാരമുള്ള ഒരു മഴയാക്കി നീ ഇതിനെ മാറ്റണമേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി മഴ പെയ്യുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ കാർമേഘങ്ങൾ അത് കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ ഇടിയും മിന്നലുമെല്ലാം ഉണ്ടാകും. ഈ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന പ്രാർത്ഥന നാം നിർവഹിക്കുക. നാലാമതായി മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അധിക ആളുകളും വിസ്മരിച്ച ഒരു സുന്നത്താണ് മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന കാര്യം. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം ലഭിക്കാനുള്ള ഒരു സന്ദർഭമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ താബിഈ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ആകാശ കവാടങ്ങൾ 3 സന്ദർഭങ്ങളിൽ തുറക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഒരു സന്ദർഭം ഏതാണ്? മഴ വർഷിക്കുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾ ദുആകളും പ്രാർത്ഥനകളുമായി നിങ്ങൾ ധന്യമാക്കുക എന്ന് അദ്ദേഹം പഠിപ്പിച്ചതായി കാണാം. അഞ്ചാമതായി അതിശക്തമായ മഴ പെയ്യുകയും അങ്ങനെ ആ മഴ കാരണമായി ധാരാളം നാശനഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ഭയക്കുകയുമാണെങ്കിൽ നമുക്ക് നമസ്കാരം ജംഅ ചെയ്യാം. നമസ്കാരം ളുഹ്റും അസറും അത് ഒരു സമയത്ത് ളുഹ്റിന്റെ സമയത്ത് ജംഅ ചെയ്ത് നമസ്കരിക്കാം. അങ്ങനെ ജംഅ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആർക്കാണ് ജംഅ ചെയ്യാൻ പറ്റുക? പള്ളിയിൽ ജമാഅത്തായി വന്ന് നമസ്കരിക്കുന്ന ആളുകൾക്കാണ്. വീട്ടിലിരിക്കുന്നവർക്ക് ജംഅ ചെയ്യാൻ പാടുകയില്ല. മറിച്ച് പള്ളിയിൽ വരുന്ന ജമാഅത്തിന് നമസ്കരിക്കാൻ വരുന്നവർക്ക് അവർക്ക് ളുഹ്റും അസറും അത് ളുഹ്റിന്റെ സമയത്ത് നിർവഹിക്കാം. അതേപോലെ മഗ്രിബും ഇശാഉം അത് അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ജംഅ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, അതുപോലെ പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗികൾ അവരൊന്നും ജംഅയായി നമസ്കരിക്കാൻ പാടില്ല. മറിച്ച് ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് തന്നെ നമസ്കരിക്കുക. ആറാമതായി മഴ അമിതമായാൽ അവിടുന്ന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും നീ അതിനെ നീക്കണമേ, അത് ഞങ്ങൾക്ക് മേലൊരു ശിക്ഷയായി നീ ഇറക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ലാതെ മഴയെ കുറ്റം പറയാൻ പാടില്ല. ചില ആളുകളൊക്കെ പറയുന്നതായി കേട്ടിട്ടുണ്ട്, മഴയെ കുറ്റം പറയും, അതല്ലെങ്കിൽ പറയും ഇതൊക്കെ അള്ളാഹുവിന്റെ ചില കളികളാണ്, അതല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വികൃതിയാണ് എന്നിങ്ങനെ മഴയെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വാക്കുകളും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. മഴയെ ശപിക്കരുത്, മറിച്ച് ആ മഴ അത് ചുറ്റുഭാഗങ്ങളിലേക്ക് നീങ്ങിപ്പോകുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ്. ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലേക്കും അതുപോലെ മലകളിലേക്കും വബുതൂനിൽ ഔദിയതി വമനാബിതി ഷജർ താഴ്വരകളിലേക്കും മഴകൾ ആവശ്യമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ മഴയെ നീ നീക്കണമേ എന്നാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഏഴാമതായി കാറ്റടിച്ച് വീശുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ. അല്ലാഹുവേ ഈ കാറ്റിന്റെ നന്മ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഇതിന്റെ കെടുതിയിൽ നിന്നും അതുമൂലമുണ്ടാകുന്ന തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എട്ടാമതായി മഴ ലഭിച്ചതിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ നാം പറയേണ്ടത് എന്താണ്? മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി. അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്നാണ് നാം പറയേണ്ടത്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ പറഞ്ഞതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിൽ വെച്ച് സഹാബികളുമായി ജമാഅത്ത് നമസ്കരിക്കുകയാണ്, സുബ്ഹ് നമസ്കരിക്കുകയാണ്. അങ്ങനെ തലേ ദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അവിടുന്ന് പറയുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ. അല്ലാഹു പറയുകയാണ്, എൻ്റെ അടിമകളിൽ ചില ആളുകൾ അവർ നേരം പുലർന്നപ്പോൾ ചില ആളുകൾ മുഅ്മിനീങ്ങളായി, ചില ആളുകൾ അവർ കാഫിറുകളായിട്ടാണ് നേരം പുലർന്നത്. എന്നിട്ട് പറയുന്നു, ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി കാഫിറുൻ ബിൽ കൗകബ്. ആരാണ് മുഅ്മിനീങ്ങൾ? അവർ മഴ ലഭിച്ചപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അതുപോലെ നക്ഷത്രത്തിൽ അവിശ്വസിക്കുകയും ചെയ്ത ആളുകൾ. എന്നാൽ കാഫിരീങ്ങളായ ആളുകൾ ആരാണ്? മുതിർനാ ബിനൗഇ കദാ വകദാ. ഇന്നാലിന്റെ നക്ഷത്രം കാരണം, അല്ലെങ്കിൽ ഇന്നാലിന്റെ നാറ്റുവേല കാരണം ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവർ എന്നിൽ അവിശ്വസിച്ചിരിക്കുകയും
നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്തായ അനുഗ്രഹമായ മഴ ലഭിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത്, നാം പറയേണ്ടത് മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി എന്ന കാര്യമാണ്. എല്ലാ നിഅമത്തുകളും നാം അല്ലാഹുവിലേക്കാണ് ചേർത്ത് പറയേണ്ടത്. അങ്ങനെ നബിയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന അറഫ നോമ്പിനെ കുറിച്ച് നാം ശ്രദ്ധയോടുകൂടി അത് എടുക്കാൻ ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, കുടുംബക്കാർ, അവരെല്ലാം ഓർമ്മിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.